ആക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ്. ഈ ശുഭമെന്ന് പറയുന്നത് നമ്മൾ സിനിമയൊക്കെ തീരുമ്പോഴേ ഇപ്പം എന്ത് സമയം ഈ അവസാനമൊക്കെ ഉണ്ടല്ല, ശുഭമെന്നും എഴുതി കാണിക്കുക. ഇപ്പം എഴുതി കാണിക്കണില്ല, കാര്യം ശുഭമല്ലല്ലേ. ഇപ്പോഴത്തെ സിനിമയൊന്നും അവസാനിക്കണത് ശുഭമല്ലല്ല. അതുകൊണ്ട് അവർക്കറിയാം ശുഭമല്ലാതെയാണ് അവസാനിക്കണമെന്ന്. പണ്ട് എഴുതി കാണിക്കുന്നത് ശുഭമെന്ന്. ഈ ശുഭമെന്ന് എഴുതി കാണിക്കുന്നത് എപ്പോഴാണ്? അവസാനമാണ് എഴുതി കാണിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതം ശുഭമാണോ അശുഭമാണോ എന്ന് അവസാനമേ അറിയാൻ പറ്റത്തുള്ളൂ. എനിക്കറിയാവുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ അവിടെ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ ആരും അമേരിക്ക പോകത്തില്ല. അന്ന് അമേരിക്ക വെച്ച് കേട്ടില്ല. എല്ലാവരും പോകേണ്ട പേർഷ്യ എന്നാണ് പറയണത്. പേർഷ്യയിൽ പോകണത്. പിന്നീട് ഗൾഫ് എന്ന് പറയാൻ തുടങ്ങിയത്. അപ്പോൾ 70-കളിലൊക്കെ ആൾക്കാർ പേർഷ്യ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 80-കളിലാണ് പിന്നീട് ഗൾഫ് എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. അപ്പോൾ കുറേ ഇറാനും ഇറാഖ് അല്ലാതെ വേറെ രാജ്യങ്ങളൊക്കെ വന്നപ്പോൾ ഗൾഫ് കൺട്രീസ് വന്നു. അപ്പോൾ ആദ്യം ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ മുമ്പ് പോയിക്കൊണ്ടിരുന്നത് ബർമയിലാണ്. അതൊക്കെ മുമ്പ് പോയിക്കൊണ്ടിരുന്നത് കൊളംബിലാണ്. ആൾക്കാരൊക്കെ എല്ലാ കാലം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ ഉണ്ടായതല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. ഓരോ മനുഷ്യർ പിന്നെ പുറത്തേക്ക് ഇങ്ങനെ പോകും. പക്ഷേ അവസാന കാലങ്ങളിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ആൾ ആദ്യം നാട്ടിൽ നിന്ന് അമേരിക്കയിൽ പോയ ആളാണ്. അപ്പോൾ വളരെ നല്ല മിടുക്കൻ അമേരിക്കക്കാരെ പോലെ തന്നെയാണ് നാട്ടിൽ വന്ന് ഇറങ്ങുന്നത്. അത്രയും നല്ല ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന് ആ നല്ല ഭാര്യ അദ്ദേഹത്തിന് ഇട്ടും പോയെന്ന് പറഞ്ഞു. പിന്നെ അവരും പിന്നെ വേറെത്തിനെ കല്യാണം കഴിച്ചു, അവരും മരിച്ചു, ഇയാളും മരിച്ചു. നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ആൾക്കാർ സഹോദരങ്ങളും മരിച്ചു. എല്ലാം അശുഭമായി പോകണവരാണ്. അപ്പോൾ ഈ ശുഭമെന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല, വലിയ കാര്യമാണ്. ശുഭം ആക്കുകയാണ് വേണ്ടത്, ശുഭം ആകുകയല്ല, ദൈവം ആക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വെളിപാടിൻ്റെ ഉൽപ്പത്തി പുസ്തകം പറയണത് 39:23 പറയുന്നത് എന്താണ്? അവൻ ചെയ്തതെല്ലാം അവിടുന്ന് ശുഭം ആക്കുകയും ചെയ്തു. അപ്പം ദൈവമാണ് ഇത് ചെയ്യേണ്ടത്. ആക്കണമെങ്കിൽ ശുഭമാക്കുകയാണ് ചെയ്യണത്. അപ്പം നമുക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. പഠിക്കാൻ പറ്റും, പക്ഷെ ശുഭമാക്കേണ്ടത് ദൈവമാണ്. നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റും, ശുഭമാക്കേണ്ടത് ദൈവമാണ്. നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, ശുഭമാക്കേണ്ടത് ദൈവമാണ്. നമുക്ക് വീട് വെക്കാൻ പറ്റും, ശുഭമാക്കേണ്ടത് ദൈവമാണ്. അതാണ് ശുഭമാക്കുക എന്ന് പറയുന്നത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.